നമസ്കാരം. കെ.എ. ബീന എഴുതിയ ബ്രഹ്മപുത്രയിലെ വീട് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കുറച്ചധ്യായം നമുക്ക് പരിചയപ്പെടാം. മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമാണ് കെ.എ. ബീന. സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ റഷ്യയിലേക്ക് നടത്തിയ പര്യടനത്തെ ആസ്പദമാക്കി 1981 പ്രസിദ്ധീകരിച്ച ബീന കണ്ട റഷ്യയാണ് അവരുടെ ആദ്യത്തെ പുസ്തകം. ബ്രഹ്മപുത്രയിലെ വീട്, ബഷീർ എന്ന അനുഗ്രഹം, ബഷീറിന്റെ കത്തുകൾ, ചരിത്രത്തെ ചിറകിലേറ്റിയവർ, റേഡിയോ, കഥയും കലയും, കൗമാരം കടന്നുവരുന്നത്, ശീതനിദ്ര, നദി തിന്നുന്ന വീട്, ചുവടുകൾ, റോസും കൂട്ടുകാരും തുടങ്ങി ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് തിരുവനന്തപുരം സ്വദേശിയായ കെ.എ. ബീന. ആകാശവാണിയിലും ദൂരദർശനിലും ന്യൂസ് എഡിറ്ററായിരുന്നു. ഫീൽഡ് പബ്ലിസിറ്റി ഡയറക്ടറേറ്റിൽ നിന്നാണ് അവർ വിരമിച്ചത്. ബ്രഹ്മപുത്രയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മപുത്രയുടെ വീട് എന്ന പുസ്തകം തുടങ്ങുന്നത്. കടൽ പോലെ നോക്കത്താ ദൂരത്തോളം നീണ്ടുപരന്ന ഈ ജലരാശിക്ക് വേനൽക്കാലത്തെ സന്ധ്യാസമയത്ത് ഒരു മഹാമുനിയുടെ സ്വാത്വിക മുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാൽ ഹിമവാന്റെ കിഴക്കൻ മകൻ ബ്രഹ്മപുത്ര എന്ന നദി പുരുഷ നദിയാണെന്ന് പറയുന്നു. പൊതുവെ നദികളെ ഗംഗ, ഗോദാവരി, നർമ്മദ, യമുന തുടങ്ങിയ നദികളെല്ലാം നമ്മൾ സ്ത്രീ ആയിട്ടാണ് നദികളെ കാണുന്നത്. അതേസമയം ബ്രഹ്മപുത്രയെ പുരുഷ നദിയായി കാണുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് അമോഘ എന്ന മുനിപത്നിയിലുണ്ടായതാണ് ഈ പുത്രൻ എന്നാണ് പറയുന്നത്. അസം ജനതയുടെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മപുത്ര. അവർ ഒരു സുഹൃത്തിനെ പോലെ അധികാരത്തോടെയും സ്നേഹവാത്സല്യങ്ങളോടും കൂടി ബ്രഹ്മപുത്രയെ ബോർല്യൂയിത് എന്നും ബുർഹാല്യൂയിത് എന്നും വിളിക്കുന്നു. ബീനയുടെ ഭർത്താവ് ബൈജു ചന്ദ്രൻ ദൂരദർശനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഗുവാഹത്തിയിലേക്ക് അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായ സമയത്ത് പാചകകലയുടെ പ്രാഥമിക പാഠം പോലും അറിയാത്ത അദ്ദേഹം സ്ഥിരമായി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ബീനയ്ക്ക് തോന്നിയത് തനിക്കും ഒരു ട്രാൻസ്ഫർ വാങ്ങി അങ്ങോട്ടേക്ക് പോയാൽ കൊള്ളാം എന്ന് തോന്നിയത്. അതിൻ്റെ പ്രധാന കാരണം ഉത്തരേന്ത്യയിൽ പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടുതൽ അടുത്തറിയുക എന്നതുകൂടിയായിരുന്നു കെ.എ. ബീന ട്രാൻസ്ഫർ വാങ്ങി ഗുവാഹത്തിയിലേക്ക് പോകുന്നതിന് കാരണമായത്. അങ്ങനെ കെ.എ. ബീനയും മകൻ അപ്പു എന്ന ഋതിക്കും ബൈജു ചന്ദ്രൻ കൂടി ഗുവാഹത്തിയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ടുണ്ട്. ആ വീട്ടിലേക്ക് സാധനങ്ങൾ ലോറിയിൽ വരുന്നുണ്ട്. ഇവർ ട്രെയിനിലാണ് പോരുന്നത്. അപ്പോൾ യാത്രയിൽ ഒരു വലിയ ആവേശമായിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ആസാമിൽ ജോലി ചെയ്യുക, അവിടെ പഠിക്കുക എന്നുള്ളത് മകനും വലിയ താല്പര്യമായിരുന്നു. പക്ഷേ മുഷിഞ്ഞ യാത്രയിൽ ആ ആഗ്രഹങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നതിനെ പറ്റി ഇവർ ആലോചിക്കുന്നുണ്ട്. ബ്രഹ്മപുത്രയ്ക്ക് ഒരു പുരുഷ നദിയായിട്ട് ആളുകൾ സങ്കല്പിക്കുന്നതിന്റെ ഒരു കാരണം അതിന്റെ സഹജമായ ക്ഷിപ്രകോപിത്വമാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു പുരുഷ സ്വഭാവിയാക്കുന്നത് ഇതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ബ്രഹ്മാവ് പ്രിയപ്പെട്ട പുത്രന് നൽകിയ പേര് ലോഹിത്യ ഗംഗ എന്നായിരുന്നു എന്നാണ് പറയുന്നത്. ലോഹിത്യ എന്നാൽ രക്തത്തിന്റെ നദി എന്നാണ്. പരശുരാമൻ മാതൃഹത്യാപാപത്തിന് മോക്ഷം നേടിയത് ലോഹിത്യയിൽ മുങ്ങിക്കുളിച്ചപ്പോഴാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് മാത്രമാണ് മഴു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും താഴെ വീണത്. അതിലുള്ള നന്ദി പ്രകാശനമായിട്ടാണ് ഒരു തടാകം മാത്രമായിരുന്ന ബ്രഹ്മപുത്രയെ ചാലുവെട്ടി നേരെ പല ഭാഗങ്ങളിലേക്കായിട്ട് തിരിച്ചുവിടുകയാണ്. ബ്രഹ്മപുത്ര ചൈന, ടിബറ്റ്, അരുണാചൽ, അസം, ബംഗ്ലാദേശ് തുടങ്ങിയ പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും പങ്കിടുന്ന ഒരു നദിയാണ്. അതുകൊണ്ട് തന്നെ ഈ നദി ഒരു അന്താരാഷ്ട്ര നദിയാണെന്ന് പറയാം എന്ന് പറയുന്നു. ബ്രഹ്മപുത്രയെ കാണുന്നത് വരെ ഇത് ഇത്ര വലിയ നദിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നതായിട്ട് കെ.എ. ബീന പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു സാഗരം പോലെ, സമുദ്രം പോലെ അതിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു വലിയ നദി, സങ്കല്പത്തിൽ പോലും
ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത്ര വലിപ്പമുള്ള നദിയാണെന്നാണ് പറയുന്നത്. സരായ്ഘട്ട് പാലമാണ് ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള പാലം കടന്ന് ഇവർ അസമിലേക്ക്, ഗുവാഹത്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. പക്ഷികളുടെ വീട്. ബീന താമസം തുടങ്ങുന്നത് കമലേശ്വർ കോട്ടോക്കി എന്ന വീട്ടുടമസ്ഥന്റെ ഒരു വീട്ടിലായിരുന്നു, ഗുവാഹത്തിയിലെ വീട്ടിലായിരുന്നു. ഗുവാഹത്തി എന്നാൽ അടയ്ക്കാച്ചന്ത എന്നാണ് പേര്. പൊതുവെ അവിടുത്തെ പരമ്പരാഗതമായ വീടുകൾ മുള, ചൂരൽ, മണ്ണ്, കുമ്മായം ഇവയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവർ ചെന്ന് താമസം തുടങ്ങിയ, പക്ഷേ സാധനങ്ങളൊന്നും വീട്ടിലേക്ക് വന്നിട്ടില്ല. ആ വീട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ കമലേശ്വർ കോട്ടോക്കി അവിടെ വന്നു. ഒരുപാട് പ്രായമുള്ള ഒരാളായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്തിട്ട് എത്ര കാലമായി എന്ന് പരിചയപ്പെടുന്ന സമയത്ത് ചോദിച്ചു. ഞാൻ ഇനിയും എനിക്ക് 13 വർഷം കൂടിയുണ്ട്, 56 വയസ്സിലാണ് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഒരു അല്പം ചമ്മലുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് പലയിടത്തും, അവിടുത്തെ ഗുവാഹത്തിയിലെ പല ഓഫീസുകളിലും ഇതുപോലെ പ്രായം കൃത്യമായിട്ട് പറയാത്ത, ചെറുപ്പം കാണിച്ചുകൊണ്ടൊക്കെ ജോലിയിൽ പ്രവേശിച്ചവരുണ്ട് എന്ന് ബൈജു ചന്ദ്രൻ അതിനായിട്ട് പറയുന്നുമുണ്ട്. അപ്പം ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പറയുന്നത് ഇവിടെ ഭയങ്കര കള്ളന്മാരുടെ ശല്യമാണെന്നാണ്. മാത്രമല്ല ഒരു വെന്റിലേഷൻ ഉണ്ട്, വെന്റിലേഷനിൽ നിറച്ച് പക്ഷിക്കാഷ്ടവും പ്രാവുകൾ വന്ന് കൂടുവച്ചിരിക്കുന്ന സ്ഥലവുമാണ്. അപ്പം അതുവഴിയാണ് പലപ്പോഴും കള്ളന്മാർക്ക് വരാൻ പറ്റുന്നത്. പക്ഷെ കള്ളന്മാരുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് ചോദിച്ചപ്പോൾ ഇരിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചൂരലിന്റെ ഒരു മോട ഇവർക്ക് ഇദ്ദേഹം കൊടുത്തുവിട്ടു. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുടമസ്ഥയും മകളും എത്തുകയാണ്. ഒരു അസംകാരിയാണ് വീട്ടുടമസ്ഥ. അപ്പൊ അവര് വന്നിട്ട് ചൂരൽ മോഡകളുടെ ഉപയോഗം കഴിഞ്ഞെങ്കിൽ മടക്കി തരണം എന്ന് പറഞ്ഞു. ഇവര് ഒന്നും പറഞ്ഞില്ല, കാരണം 5 മിനിറ്റേ ആയുള്ളൂ. അപ്പം പിന്നീട് പ്രാവുകൾ സന്ധ്യ ആയപ്പോഴത്തേക്കും ഈ വീടിന്റെ ഈ വെന്റിലേഷനിൽ കയറി ഇരിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഇതിനെപ്പറ്റി ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പം അതിനെപ്പറ്റി പറഞ്ഞ കാഷ്ടമഴ ഇത് പതിവാണ്, ഇതൊരു പ്രതിഭാസമാണെന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹത്തിന്റെ പറച്ചിലുണ്ടായിരുന്നത്. ഇത് വെന്റിലേഷൻ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ടല്ലേ കള്ളനകത്ത് കയറുന്നതെന്ന് ചോദിച്ച് ഗ്രില്ല് വെച്ചാൽ പോരെന്ന് ചോദിക്കുമ്പം അതിനൊന്നും കൃത്യമായ മറുപടിയല്ല വീട്ടുടമസ്ഥൻ പറയുന്നത്. അങ്ങനെ കാറും ഒരുപാട് സാധനങ്ങളുമായിട്ട് ലോറി വന്നു. ലോറിയിൽ നിന്ന് വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിന് ആകെ അങ്കലാപ്പായി. കമലേശ്വർ കോട്ടോക്കിക്ക് ഭയങ്കര അങ്കലാപ്പായി. കാരണം ഇത് ഈ കള്ളന്മാര് വന്ന് അതും കൂടി സൂക്ഷിക്കണ്ടേ, കാറും കൂടി സൂക്ഷിക്കണ്ടേ, ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ കള്ളന്മാര് വരും. അപ്പം ഇവര് കുറച്ച് ദിവസങ്ങൾ ഇവർ ഷിഫ്റ്റ് വെച്ച് ഉറങ്ങി കൊണ്ടാണ് കള്ളന്മാർ വരുന്നതും പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം അന്ത്യശാസനയുമായിട്ട് എത്തുകയാണ്. കാർ ഇനി ഇവിടെ ഇടാൻ പറ്റില്ല, അപ്പുറത്തെ ലൈനിൽ നിന്ന് ഒരു മാരുതി മോഷണം പോയി, ഇനി കള്ളന്മാർ ഇവിടെ വരും, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ. അങ്ങനെ ഇവർ വിചാരിച്ചു ഇവിടെ നിന്ന് മാറിയേക്കാം, വേറെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോയേക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വേറെ വീടെടുത്ത് മാറുന്ന സമയത്ത് ഇത് നല്ല വീടല്ലായിരുന്നോ എന്ന് ഈ കമലേശ്വർ കോട്ടോക്കിയുടെ ഭാര്യ ഇവരോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ പേടിച്ചിട്ടാണ് വീട് മാറുന്നത് എന്ന് പറയണമെന്ന് തോന്നി. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. ഇവർക്ക് പുതിയ വീട്, ഒരു പുതുപുത്തൻ വീടായിരുന്നു എന്നും അതിനകത്ത് വെന്റിലേഷനും ഗ്രില്ലും ഒക്കെ ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് ഇവർ പോകുന്നതെന്നും പറയുന്നു. എന്നാൽ അടുത്ത അധ്യായത്തിലും പറയുന്നത് വീട്ടുകള്ളനെ കുറിച്ചാണ്. അവിടെയും കള്ളനെ പറ്റി പറയുന്ന ഒരു അയൽക്കാരനുണ്ടായിരുന്നു. ആ അയൽക്കാരന്റെ ശല്യമാണ് സഹിക്കാൻ കഴിയാത്ത. ഭൂപതിനാഥ് എന്നായിരുന്നു ആ അയൽക്കാരന്റെ കാര്യം. അവിടെ ഭാര്യയും മകളും ഉണ്ട്. അപ്പം ഇവരുടെ കാറ് കാണുമ്പം അത് പ്രശ്നമാണ്. കള്ളന്മാർ ഈ വഴിക്കൊക്കെ എപ്പോഴും കള്ളന്മാരാണെന്ന് ഇവർക്ക് ഒരു സ്വൈര്യവും കൊടുക്കാതെ ഏതു നേരവും കള്ളനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ കാറിന്റെ അടിയിൽ നിന്ന് കുറെ ചുടുകട്ടയും മറ്റുമൊക്കെ കാണുന്നു. അപ്പോൾ പറയുന്നത് ഇത് തലേദിവസം കള്ളൻ വന്ന് വണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചതിന്റെ അടയാളമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു മലയാളി സുഹൃത്തായ രാജൻ പണിക്കരോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം DGP എൻ്റെ അടുത്ത ഫ്രണ്ടാണ്, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്, ഇവിടെ ഒരു കള്ളനെ കുറിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ല, കള്ളനെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇവര് അദ്ദേഹത്തെ ഒരല്പം ഭയപ്പെടുത്തി. എന്തായാലും
ഏതായാലും ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് കൂടി മാറാം എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെ 24 മണിക്കൂറും സെക്യൂരിറ്റി ഉണ്ട്, പട്ടിയുണ്ട്, കഥകൾ തുറന്നിട്ടാൽ ഒരു കള്ളനും വരില്ല, സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന് പറയുമ്പോഴും അവിടെയും ഒരു കള്ളനെ പറ്റി പറഞ്ഞ് തുടങ്ങുന്നു. പക്ഷെ കുഴപ്പമില്ലാതെ അവർ പിന്നീട് ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ നല്ല ശമര്യക്കാരൻ എന്ന് പറയുന്ന അധ്യായമാണ്. ഇത് ഭൂപതിനാഥും അയാളുടെ കള്ളന്മാരും അത് താമസിച്ചിരുന്ന വീട് 3 വഴികൾ കൂടുന്ന ഒരു കവലയിലായിരുന്നു. അതിന്റെ വലതുവശത്ത് ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ഒരു വലിയ പൂന്തോട്ടവും പരിചാരകരും ഒക്കെയുള്ള ഒരു പ്രശസ്തമായ ആശുപത്രിയിലെ ഒരു ഡോക്ടറായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. പകല് മുഴുവൻ സജീവമാകുന്ന വീട് രാത്രിയാകുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. രാത്രി എല്ലാവരും കിടന്നുറങ്ങി കഴിയുമ്പോഴേക്കും ഈ ഡോക്ടർ വന്നിട്ട് കാറിന്റെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. ഏതാണ്ട് 10 മിനിറ്റോളം ഹോൺ അടിച്ചതിന് ശേഷം അവരെല്ലാം എണീറ്റ് വന്ന് വാതിൽ തുറന്നതിന് ശേഷം മാത്രമാണിത് അകത്ത് കയറുന്നത്. ഫോൺ വിളിയൊന്നുമില്ല. അപ്പം ആദ്യത്തെ ദിവസമൊക്കെ ഇവർക്കൊരു അസ്വസ്ഥത ഉണ്ടായെങ്കിൽ പിന്നീട് ഇദ്ദേഹം വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം മാത്രമാണ് ഉറങ്ങുന്നത്. മറ്റേത് ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡോക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, ഈ പാതിരാവിലെ വന്ന് ഈ ഹോണടി കലാപരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഭൂപതിനാഥിന്റെ കള്ളന്മാരെ പേടിച്ച് വീട് മാറുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ മറന്നില്ല. ഉള്ളിലെ എതിർപ്പും വികാരവും മുഴുവൻ എഴുതി കവറിലാക്കി ഡോക്ടറുടെ പോസ്റ്റ് ബോക്സിൽ കൊണ്ടിടാൻ എന്നാണ് ഇവർ പറയുന്നത്. അടുത്ത അധ്യായങ്ങളിൽ പറയുന്നത് വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷതയെ പറ്റിയാണ്. അസമിന്റെ ദുഃഖമാണ് ബ്രഹ്മപുത്ര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബ്രഹ്മപുത്ര കരകവിഞ്ഞൊഴുകുന്ന സമയത്ത്, മഴ അതിശക്തമായി മാറുന്ന സമയത്ത് അസമിനെ മുഴുവനായിട്ട് വഴിയാധാരമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലായിടത്തും വെള്ളം കയറി ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ വെള്ളപ്പൊക്കത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും അത് തന്നെ പിന്നീട് വിനയായിട്ട് മാറിയിരിക്കുന്ന അനുഭവമാണ് വീണ്ടും വീണ്ടും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം ഗുരുതരമാക്കുന്നത് എന്നുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ബ്രഹ്മപുത്രയുടെ കല്യാണ മുഹൂർത്തം അടുക്കുമ്പോഴാണ് ഈ ബ്രഹ്മപുത്ര തിടുക്കമേറുകയാണെന്നാണ് പറയുന്നത്. പുരുഷ നദിയായ ബ്രഹ്മപുത്രയുടെ പ്രണയിനിയാണ് ഭോഗ്ദോയി. അവളെ സന്ധിക്കാനുള്ള പോക്കിന് തടസ്സം നിൽക്കുന്നതൊക്കെ ബ്രഹ്മാവിന്റെ പുത്രൻ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആ പോക്ക് എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മപുത്രയുടെ വിശ്വരൂപം പൂണ്ട തിടുക്കപ്പെട്ടുള്ള ഈ പോക്ക് ജനങ്ങൾക്ക് അങ്ങേയറ്റം വിനാശകരമായി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. വെള്ളപ്പൊക്കം തടയാനായിട്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണകളും വനനശീകരണ അനുദിനം വർദ്ധിച്ചു വരുന്ന ജനസാന്ദ്രത, കെട്ടിട നിർമ്മാണം, റോഡ്, റെയിൽ ഗതാഗത നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അസമിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. ബ്രഹ്മപുത്രയെ ആരാണ് മെരുക്കുക എന്ന് പലപ്പോഴും പല പ്രാവശ്യം പലരുമായിട്ട് ചോദിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളുടെ ആത്മാർത്ഥമായ ഇടപെടലില്ലാതെ ബ്രഹ്മപുത്രയെ മെരുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇതുവരെയും കാര്യമായിട്ട് ഇവർ താമസിച്ചിരുന്ന കാലത്തിലൊന്നും ബ്രഹ്മപുത്രയെ മെരുക്കാനായിട്ട് ആരുടെയും ഒരു ക്രിയാത്മകമായ സംഭാവനകൾ ഉണ്ടായില്ല എന്നും പറയുന്നുണ്ട്. പകല് നിറഞ്ഞൊഴുകുന്ന റോഡുകളിൽ കുട്ടികളൊക്കെ നീന്തി തുടിക്കുന്നു. ആളുകൾ ഇതിനനുസരിച്ചുള്ള ജീവിത രീതിയിലേക്ക് മാറുന്നു. മഴ പെയ്ത് മഴ ആർത്തലച്ച് നഗരത്തിനുള്ളിലേക്ക് കയറി. ആ സമയത്ത് അടുത്തൊരു വീട്ടിലൊരു അമ്മുമ്മയും അപ്പൂപ്പനും എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ കാണാമായിരുന്നു, ഇവരുടെ ആ പരമ്പരാഗത വേഷം അണിഞ്ഞുകൊണ്ട്. പക്ഷെ മഴ പെയ്ത് വെള്ളം കയറുന്ന സമയത്ത് അപ്പൂപ്പനെയും അതേപോലെ സാധനങ്ങളും ഒക്കെ ഇവർ ഒരു പുതിയ തരത്തിലുള്ള നിക്കറും ഷർട്ടുമൊക്കെ ഇട്ടുകൊണ്ട് ഈ അമ്മുമ്മ വളരെ തിരക്ക് പിടിച്ചുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ മുകൾ നിലയിലേക്ക് മാറ്റാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചു. അത് കഴിഞ്ഞ് മഴ മാറി വെള്ളം ഇറങ്ങിയപ്പോൾ അപ്പൂപ്പനും അമ്മുമ്മയും പഴയപടി ആ പഴയ വേഷം അണിഞ്ഞുകൊണ്ട് ആ വരാന്തയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഒലിച്ചു പോകുന്നവർ എന്ന് പറയുന്ന അധ്യായത്തിൽ ഉപമണി ചൗധരി എന്ന വീട്ടമ്മയുടെ 37ാം പിറന്നാൾ ദിവസത്തിൽ അവർ അത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നത് അവരുടെ അമ്മയോടും അച്ഛനോടും ഒപ്പമായിരുന്നു. അങ്ങനെ അവരുടെ മകനെയും കൂട്ടി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക്
ഭയങ്കരമായ മഴ പെയ്ത് ഗുവാഹത്തിയിലെ ഓടകൾ നിറഞ്ഞൊഴുകി ആ ഓടയ്ക്കകത്ത് അവർ വീണ് ഒലിച്ചു പോവുകയാണ് ചെയ്തത്. അതിനടുത്ത ദിവസവും അവിനാശ് ഗോസ്വാമി എന്നൊരു പറയുന്ന ഒരു പയ്യനും അതേപോലെ ഓടയിൽ വീണൊലിച്ചു പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം നൂൺമണി പോലീസ് സ്റ്റേഷന് സമീപമുള്ള വേറൊരു ഡ്രെയിനേജിന്റെ കുഴിയിലാണ് പൊങ്ങിയത്. 2 ദിവസങ്ങൾക്ക് ശേഷം 50,000 രൂപയുടെ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചെങ്കിലും അത് അദ്ദേഹത്തിന് ഉപമണി ചൗധരിയുടെ ഭർത്താവ് കിഷോർ ചൗധരി നിരസിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ തുക കൊണ്ട് ഈ നഗരത്തിൽ അവിടെ തുറന്നു കിടക്കുന്ന എത്ര ഡ്രെയിനേജ് കുഴികളും മാൻഹോളുകളും മൂടാൻ കഴിയുമോ അത് ചെയ്യുക. ഇനിയും കൂടുതൽ ഉപമണിമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് ഒരു പ്രതിഷേധവും മാധ്യമങ്ങളിൽ വാർത്തകളും മറ്റും വരും. ഇതേപോലെ അവിനാശ് ഗോസ്വാമി മരിച്ചപ്പോഴും ഇതേപോലെ ആളുകളൊക്കെ ഒന്ന് ഇളകി. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു കാഴ്ചയായിട്ട് മാറുകയാണ്. വേണ്ട രീതിയിലുള്ള ഒരു പരിപാടികളും ഈ മഴക്കെടുതിയെ ഇല്ലാതാക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഒരു കാര്യവും അവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഗുവാഹത്തിയുടെ ആദ്യകാലത്തെ പേര് പ്രാഗ്ജ്യോതിഷ്പുരം എന്നായിരുന്നു. പൂർവ്വദീപ്തിയുടെ നഗരം എന്നാണ് അതിന്റെ പേര്. ജ്യോതിഷത്തിന്റെ ഉത്ഭവം ഉണ്ടായത് ഇവിടെ നിന്നാണെന്ന് പറയുന്നു. അതേപോലെ പലയിടത്തും മുക്കിലും മൂലയിലും ഒക്കെ മുറുക്കി തുപ്പുന്ന ഒരു സ്വഭാവം അസമിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്ര മനോഹരമായി നിർമ്മിച്ച കെട്ടിടമാണെങ്കിലും സ്റ്റെയർ കേസ് മൂലകളിലേക്കൊക്കെ വെറ്റില ചവച്ച് തുപ്പി ചുവന്ന പാടുകൾ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിനൊരു പരിഹാരമായിട്ട് ആളുകൾ കണ്ടുപിടിച്ച ഒരു മാർഗം മൂലകളിലൊക്കെ ദൈവങ്ങളുടെ ചിത്രത്തോടു കൂടിയ സെറാമിക് ടൈലുകൾ പതിച്ചു വെക്കുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ സർവ്വമത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ഹിന്ദു ദൈവങ്ങളോടൊപ്പം യേശുക്രിസ്തുവും ബുദ്ധനും ചന്ദ്രക്കലയും ഒക്കെ കാണാം. മുറുക്കി തുപ്പുന്നവരിൽ ഏറെ പേരും ദൈവഭയമുള്ളവരായതുകൊണ്ട് പല കെട്ടിടങ്ങളും ഇങ്ങനെ രക്ഷ നേടുന്നു എന്ന് പറയുന്നുണ്ട്. കേരളത്തിന്റെ വീട്ടുമുറ്റത്ത് തെങ്ങാണെങ്കിൽ അസമിന്റെ വീട്ടുമുറ്റത്ത് മുഴുവൻ കവുങ്ങുകളാണ് കൂടുതലായിട്ടുള്ളത് എന്നും പറയുന്നു. അടുത്ത അധ്യായങ്ങളിൽ അസാമിലെ വിവിധ ആഘോഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. ബിഹു ആസാമിന്റെ ജീവിത താളമാണ്, സ്വപ്നവും സാഫല്യവുമാണ്. മനുഷ്യനും കാലവും ചലിക്കുന്നത് ബിഹുവിന്റെ ചക്രത്തിരിച്ചിലാണ് എന്ന് പറയുന്നു. ബിഹു, പലതരം ബിഹു ഉണ്ട്. ജനുവരിയിൽ മാഘ ബിഹു, ഏപ്രിലിൽ റോങ്കാലി ബിഹു, ഒക്ടോബറിൽ കാത്തി ബിഹു, ഇങ്ങനെ പലതരത്തിലുള്ള ബിഹുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. കൊടും തണുപ്പ് കാലമായ ജനുവരിയിലാണ് മാഘ ബിഹു വരുന്നത്. അതൊരു വിളവെടുപ്പ് കാലമാണ്. വിളവുകൾ കിട്ടിയ സന്തോഷം മതിവരോളം തിന്ന് മതിച്ച് കൊണ്ടാടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. ബിഹുവിനെ ഭൊഗാലി ബിഹു എന്നും പറയുന്നു. ഭൊഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്നാണ് അർത്ഥമാക്കുന്നത്. ബിഹു ആഘോഷിക്കുന്നതിനായിട്ട് ഗുവാഹത്തിയിലെ സുഹൃത്തുക്കളായ ദീപക് ശർമ്മയും ലക്ഷ്മിയും കെ.എ. ബീനയെയും കുടുംബത്തെയും ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവിടെ തലേ ദിവസത്തെ പരിപാടിക്ക് പറയുന്നത് ഉറുക എന്നാണ്. തിരുവോണ തലേന്ന് പോലെയുള്ള ഉത്രാടം എന്ന് പറയുന്നത് പോലെയാണ്. ഒരു സ്വപ്നം പോലെയാണ്. ഭക്ഷണം കഴിച്ച് മടുക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് തരം ഭക്ഷണം ഉണ്ടാക്കുന്നു. പലതരം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ച് പാട്ടും നൃത്തവും നേരം വെളുക്കുവോളം നടത്തിക്കൊണ്ടിരിക്കും. എത്ര കഴിച്ചാലും മതിയാവില്ല. ഈ ഭക്ഷണം കഴിച്ച് എത്രമാത്രം ഭക്ഷണം കഴിച്ച് വയറ് കേടാവണം എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക്. അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം ഇവർക്ക് വയറിന് അസുഖം ഉണ്ടായി. അപ്പം മകൻ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ഈ ബിഹുവിൻ്റെ സമയത്ത് നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല, എനിക്ക് കഴിയില്ല എന്ന് മകൻ പറയുന്നുണ്ട്. നമ്മുടെ വിഷുവും ബിഹുവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അസമിൽ കണിക്കൊന്ന പൂക്കുന്നത് മെയ് മാസത്തിലാണ്. അപ്പം വിഷുവിൻ്റെ സമയത്ത് വേറെ ചില പൂക്കളൊക്കെ വെച്ചുകൊണ്ട് വിഷുക്കണി കാണേണ്ടി വന്നു. അത് അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അസമിൽ അത് പുതുവർഷ പുലരിയാണ് വിഷു. ഏറ്റവും വലിയ റോങ്കാലി ബിഹുവിന്റെ തയ്യാറെടുപ്പിലായിരുന്നു അവർ. റോങ്കാലി എന്ന് പറഞ്ഞാൽ രംഗ് അല്ലെങ്കിൽ നിറപ്പകിട്ടാർന്ന എന്നൊക്കെയാണ് അർത്ഥം. ബിഹു തോലികൾ, കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള പന്തലും പുതുവസ്ത്രങ്ങൾ വാങ്ങിയും പലഹാരങ്ങൾ ഉണ്ടാക്കിയും ബിഹുവിനെ എതിരേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു ആസാമീസ് ജനത എന്നാണ് പറയുന്നത്. മാഘബിഹു പോലെ അല്ലെങ്കിൽ അതിലും വലിയ ഒരു വർണ്ണത്തിന്റെ ഉത്സവമായിരുന്നു
ഈ റോങ്കാലി ബിഹുവിലുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പല ദിവസങ്ങളിൽ പലതരം ആഘോഷങ്ങളാണ് നടന്നിരുന്നത്. പല വിഭാഗത്തിൽപ്പെട്ടവർക്കും പല രീതിയിലാണ് ഇതിനെ ആഘോഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ഉത്സവകാലത്തെങ്ങും ബിഹു നൃത്തവും ഗാനങ്ങളും നിറഞ്ഞു നിൽക്കും. കവലകളിലും ബിഹു പന്തലുകളിൽ രാപകലുകൾ നീണ്ടു നിൽക്കുന്ന ബിഹു ഗാന നൃത്ത പരിപാടികളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ വിഗ്രഹങ്ങളുടെ ഒരു ശരത്കാലമാണ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ കൂടുതലായിട്ടുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. വിശ്വകർമ്മ പൂജ ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസം 17-നാണ്. അതിന് ഒരു കൃത്യമായ ഒരു കലണ്ടറൊന്നുമില്ല, അത് കൃത്യമായിട്ട് ആ ദിവസം തന്നെ നടക്കും എന്നുള്ളതാണ്. അതേസമയം സരസ്വതി പൂജ നടക്കുന്നത് ജനുവരിയിലാണ്. ഇങ്ങനെ എല്ലാവരും ഉച്ചഭക്ഷണം ഓഫീസിലായാലും വീട്ടിലാണെങ്കിലും ഒരുമിച്ചുണ്ടാക്കി കഴിക്കുന്നതാണ് ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ഈ സമയത്ത് തെരുവോരങ്ങൾ വിഗ്രഹങ്ങൾ കീഴടക്കുന്നു. വിഗ്രഹ നിർമ്മാണം ജീവനോപാധിയാക്കിയവരുടെ കൊയ്ത്തുകാലമാണ് എന്നാണ് പറയുന്നത്. പല തരത്തിലുള്ള വിഗ്രഹങ്ങൾ പാതയോരങ്ങളിൽ കാണാം എന്നാണ് പറയുന്നത്. അതായത് അമ്മയോടൊപ്പം, അതായത് പാർവതിയോടൊപ്പം മക്കളും വീട് കാണാനായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഗണപതിയും ലക്ഷ്മിയും കാർത്തികേയനും സരസ്വതിയും. അങ്ങനെ അതിനായിട്ടുള്ള മന്ത്രജപങ്ങൾ തെരുവോരങ്ങളിൽ നിറയുന്നു. സപ്തമി ദിവസം വരെ ഭക്തിസാന്ദ്രമാണെന്നാണ് പറയുന്നത്. മഹിഷാസുര വധം നടത്തിയത് അഷ്ടമി ദിവസത്തിലാണ്. അന്ന് ഉത്സവമേളമാണ്. നവമിക്ക് മഹാ ആരതി നടത്തി ദേവീപൂജ നടത്തുന്നു. വിജയദശമിക്ക് അമ്മ ഭർതൃഗൃഹത്തിലേക്ക്, കൈലാസത്തിലേക്ക്, ശിവസന്നിധിയിലേക്ക് മടങ്ങുന്നു എന്നാണ് കരുതുന്നത്. വിഗ്രഹങ്ങൾ വെള്ളത്തിലൊഴുക്കിയാണ് അമ്മയെ യാത്രയാക്കുന്നത്. എല്ലാ റോഡുകളും അന്ന് നദീതീരത്തിലേക്കായിരിക്കും പോകുന്നത്. വിജയദശമി ദിവസം വല്ലാത്ത ശോകമൂകതയാണ് എങ്ങും. പിന്നീട് അവർ അടുത്ത പൂജ കാലത്തെ കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷ്മി പൂജ വരുന്നത് വിജയദശമി കഴിഞ്ഞ് 4-ാം നാളാണ്. ഐശ്വര്യദേവതയെ വരവേൽക്കുന്ന ഈ പൂജയ്ക്ക് വളരെയേറെ പ്രാധാന്യം ആ ഭാഗത്തുള്ളവർ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ജനുവരിയിലാണ് സരസ്വതി പൂജ നടക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് അത് നടക്കുന്നത്. സരസ്വതി ദേവിയുടെ കൂറ്റൻ പ്രതിമകൾ സ്ഥാപിച്ച് സ്കൂളുകളും കോളേജുകളും ഒക്കെ പൂജ നടത്തുന്നു. അരിയും പച്ചക്കറിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന, പരിപ്പും അരിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കിച്ചടി, പൂരി, സബ്ജി, കീർ, അങ്ങനെ പല വിഭവങ്ങളും ആ സമയത്ത് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. മലയാളികൾ ഓണം കെങ്കേമമായി തന്നെ അസമിൽ ആഘോഷിക്കുന്നു. അവിടെ കേരള സമാജവും മറ്റുമുണ്ട്. നാട്ടിൽ നിന്നുള്ള പാചകക്കാരെ വരുത്തി വിപുലമായ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. വളരെയേറെ സൗഹാർദ്ദത്തോടും പരസ്പര സഹായ മനോഭാവത്തോടുമാണ് ഇവിടെയുള്ളവർ ഓണത്തെ വരവേൽക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന മറ്റൊരാഘോഷം അയ്യപ്പനാണ്. മറ്റൊരു ദൈവം എന്ന് പറയുന്നത് അയ്യപ്പനാണ്. ശബരിമല നട തുറക്കുന്ന ദിവസം മുതൽ മകരവിളക്ക് വരെ ഭക്തിസാന്ദ്രമാണ് മലയാളി കൂട്ടായ്മകൾ. ഓരോ ശനിയാഴ്ചയും അയ്യപ്പ ഭജന ഓരോരോ വീടുകളിലായിട്ട് നടത്തുന്നു. അവിടെ അത്താഴവും ഒരുക്കുന്നു. ഇതിനകത്ത് ജാതിമത വ്യത്യാസമില്ല എന്നുകൂടെ പറയുന്നുണ്ട്. ഗുവാഹത്തിയിൽ ഒരു അയ്യപ്പ ക്ഷേത്രം പണിയാനുള്ള ശ്രമത്തിലാണ് മലയാളികൾ എന്നുകൂടെ പറയുന്നു. അസം എന്നാൽ കാമാഖ്യ ദേവിയുടെ ശക്തി കേന്ദ്രം എന്നുകൂടിയാണ് മറ്റൊരു അർത്ഥം. ഗുവാഹത്തിയിൽ എത്തുന്നവർ ദേവിയെ കണ്ടു തൊഴാതെ മടങ്ങിപ്പോവാനാവില്ല എന്നാണ് ഒരൈതിഹ്യം. അതും 3 പ്രാവശ്യം. അസമിന്റെയോ വടക്ക് കിഴക്കൻ ഇന്ത്യയുടെയോ മാത്രമല്ല ഭാരതത്തിന്റെ തന്നെ ശക്തി കേന്ദ്രമായിട്ടാണ് കാമാഖ്യ പീഠത്തെ കാണുന്നത്. ഗുവാഹത്തി പട്ടണത്തിൽ നിന്റെ സമീപത്ത് തന്നെയാണ് കാമാഖ്യ ദേവി ഇരിക്കുന്ന നീല പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഹൈറേഞ്ച് റോഡുകളെ അനുസ്മരിപ്പിക്കുന്ന യാത്രയാണ് അങ്ങോട്ടേക്കുള്ളത് എന്നാണ് പറയുന്നത്. ക്ഷേത്ര പരിസരം ചുവപ്പ് മയമാണ്. മുഴുവൻ ചുവന്ന മുണ്ടും അംഗവസ്ത്രങ്ങളും നെറ്റിയിൽ ധരിച്ച് കുങ്കുമം വാരിപ്പൂശിയ പാണ്ഡമാർ, ചെമ്പരുത്തി പൂമാലയും കുങ്കുമവും അണിഞ്ഞ ഭക്തജനങ്ങൾ, ചുവന്ന പട്ടും ഷാളും വളയും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ച കടകൾ. ചുവപ്പ് കണ്ട് ചുവന്നു തുടിക്കുന്ന പ്രതീതിയാണ് അവിടെ എന്നാണ് പറയുന്നത്. മാർബിൾ പാകിയ ക്ഷേത്രമുറ്റത്തെത്തുമ്പോൾ നമ്മളെ എതിരേൽക്കുന്നത് ചോരത്തുള്ളികളാണ്. ഇപ്പോഴും അവിടെ മൃഗബലി നടക്കുന്നു. അതിൻ്റെ ആടുകൾ, കോഴികൾ ഇവയൊക്കെ ആ പരിസരത്തുകൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. വളരെ പഴമയുള്ള ക്ഷേത്രമാണ് കാമാഖ്യ ദേവിയുടെ ക്ഷേത്രം.
കാമാഖ്യ ദേവി ദക്ഷപുത്രിയായ സതീദേവി പരമശിവനെ വിവാഹം കഴിച്ചത് മരുമകനെ മനസ്സിന് പിടിക്കാത്ത ദക്ഷൻ മഹായാഗം നടത്തി അപ്പോൾ മകളെയും ഭർത്താവിനെയും ക്ഷണിക്കാത്തതും യാഗ സദസ്സിലെത്തിയ സതീദേവി അപമാനിതയായി ജീവത്യാഗം ചെയ്തതുമൊക്കെ നമുക്കറിയാവുന്ന കഥകളാണല്ലോ എന്ന് ബീന പറയുന്നുണ്ട്. തകർന്ന മനസ്സോടെ പ്രിയതമയുടെ ശരീരം തോളിലേന്തി സംഹാരദുർദ്ധനായി പരമശിവൻ ഭാരതമുടനീളം അലഞ്ഞു നടന്നു. ആ ക്രോധാഗ്നിയിൽ പലതും നശിച്ച് കെട്ടുപോയി. ഇതിന് ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. വിഷ്ണു സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ ശരീരത്തെ പല കഷ്ണങ്ങളാക്കിയെന്നും ആ ശരീരങ്ങൾ 51 സ്ഥലങ്ങളിൽ ചെന്ന് വീണുവെന്നും ആ സ്ഥലമൊക്കെ പിന്നീട് പുണ്യകേന്ദ്രങ്ങളായി മാറിയെന്നുമാണ് പറയുന്നത്. ദേവിയുടെ യോനിഭാഗം ചെന്ന് വീണ ഇടമാണത്രേ കാമാഖ്യ. ബ്രിട്ടീഷുകാർ ഔദ്യോഗികമായി നിരോധിക്കുന്നതുവരെ നരബലി വരെ ഈ കാമാഖ്യ ക്ഷേത്രത്തിൽ നടന്നിരുന്നു. ഇപ്പോഴും മൃഗബലി അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പലതരം അന്ധവിശ്വാസത്തെയും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ആദിശങ്കരൻ ശ്രമിച്ചു. അതേപോലെ ആദിശങ്കറിന് ശേഷം 15-ാം നൂറ്റാണ്ടിൽ അസമിൽ തന്നെ മറ്റൊരു ശങ്കരനും ശങ്കർദേവ എന്ന് പറയുന്ന ഏകശരണ എന്നൊരു മതം തന്നെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. പക്ഷെ അതും ശ്രമങ്ങൾ പാഴായില്ല. പക്ഷെ എങ്കിലും ഇപ്പോഴും ബലി നൽകുന്നുണ്ട്. ആൺമൃഗങ്ങളെ മാത്രമാണ് ഇവിടെ ബലി നൽകുന്നതെന്നാണ് പറയുന്നത്. കാമാഖ്യയുടെ പ്രധാന ഉത്സവം ദേവി ഋതുമതിയാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവമാണ്. അമ്പുഗച്ചി എന്നാണ് ഈ ഉത്സവം അറിയപ്പെടുന്നത്. ജൂൺ മാസത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത്. കുലവധുവിന്റെ കലി എന്ന അധ്യായത്തിൽ പറയുന്നത് മൈത്രേയി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ പറ്റിയാണ്. പൊതുവെ അവരൊരു കുലവധുവാണ്, ബംഗാളി കുലവധുവാണ്. പക്ഷെ അവരെപ്പോഴും പറയുന്നത് മനുഷ്യജന്മത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ജീവിതമെന്ന് പറയുന്നത് കുലവധുവിൻ്റേതാണെന്നാണ് അവർ പറയാറ്. മൈത്രേയി ഇവരുടെ സുഹൃത്താണ്. മൈത്രേയിക്ക് ബാഹ്യമായിട്ട് വേണ്ടുവോളം ഒരു കുലവധുവിൻ്റെ ചിഹ്നങ്ങൾ വഹിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. പക്ഷേ കെ.എ. ബീന ബംഗാളി സാഹിത്യവും സിനിമയും ഒക്കെ കണ്ടുകൊണ്ട് ഈ ബംഗാളി സ്ത്രീകൾ എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നം പോലെയാണ് അവരെപ്പറ്റി വിചാരിക്കാറ്. പക്ഷേ നിങ്ങൾക്ക് കഥകളിലെ കാര്യങ്ങൾ പറയാൻ വളരെ സുഖമാണ്. ജീവിക്കണം, ബംഗാളി കുലവധുവായി ജീവിക്കണം, അപ്പോഴേ അത് മനസ്സിലാവൂ എന്നാണ് ഈ മൈത്രേയി പറയുന്നത്. ഒരു മീൻ കഷ്ണം പോലും കിട്ടില്ല വധുവിന്. ഇറച്ചി കഷ്ണത്തിന്റെ കാര്യം പറയണ്ട, മീൻതല സ്വപ്നം കാണാൻ പോലും വധുവിന് അവകാശമില്ല. ഗുവാഹത്തിയിൽ ഭർത്താവുമൊത്ത് ഇവിടെ വന്നതിന് ശേഷമാണ് മീൻ മര്യാദയ്ക്ക് കഴിക്കാൻ തുടങ്ങിയത് എന്നാണ് ഇവർ പറയുന്നത്. ഇവർ MSc BEdകാരിയായ മൈത്രേയി ബംഗാളി കുലവധു എന്ന നിലയിലുള്ള സ്വന്തം അനുഭവം ഇവരോട് വിശദീകരിക്കുന്നുണ്ട്. നിറച്ച് വീട്ടിൽ പണികൾ ചെയ്യണം, മാത്രമല്ല മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ മീൻമുള്ളു പോലും ബാക്കി വെക്കുകയുമില്ല. ബാക്കി വരുന്ന ചാറിൽ വെള്ളമൊഴിച്ച് കഴിച്ചോടുക, അത്ര തന്നെയാണ്. കിലോ കണക്കിന് മീനും ഇറച്ചിയും ഉണ്ടാക്കേണ്ട ചുമതല വധുവിന്, തിന്നാൻ മറ്റുള്ളവരുമെന്നാണ് മൈത്രേയി പറയുന്നത്. എന്തിനാണ് ഇപ്പോഴും ഈ കൂട്ടുകുടുംബങ്ങൾ നിലനിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. വധുവിനെ കൊണ്ട് ജന്മം പാഴാക്കാൻ മാത്രമാണ് കൂട്ടുകുടുംബങ്ങൾ. ബംഗാളി കുലവധു കൂട്ടുകുടുംബം വാങ്ങുന്ന അടിമയാണ് എന്ന് മൈത്രേയി പറയുന്നു. രസകരമായ മറ്റൊരു കഥാപാത്രമെന്ന് പറയുന്നത് വീട്ടുജോലിക്കാരിയായിരുന്ന മമതയായിരുന്നു. മമത മീൻ വാങ്ങുന്ന ദിവസങ്ങളിൽ മീൻതല മമതയ്ക്ക് വേണം. അത് പൊതിഞ്ഞ് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ചിലപ്പോൾ അത് വെച്ചു കൊടുത്താൽ അത്രയും സന്തോഷമാണ്. ഈ മമത ബംഗാളിയല്ലേ, അവരുടെ ഭർത്താവ് മരിച്ചുപോയെന്നല്ലേ പറഞ്ഞത്, പിന്നെ അവരെങ്ങനെയാണ് മീൻതല തിന്നുന്നത് എന്നാണ്. ബംഗാളി വിധവകൾക്ക് മീൻതല തിന്നാൻ പാടില്ലെന്നാണ് എൻ്റെ ക്ലാസ്സിലെ സുധാംശു ചാറ്റർജി പറഞ്ഞത് എന്ന് ഒരു ദിവസം മകൻ വന്ന് ഇവരോട് പറയുന്നുണ്ട്. പക്ഷെ അത് മമതയോട് എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. മമത ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. രാവിലെ വന്നാൽ തന്നെ ചായ ഇതുവരെ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ സംവിധായകൻ സത്യജിത് റേ ആണ്, വേറൊരാൾ പോലും ഇല്ല എന്നാണ് അവരുടെ അഭിപ്രായം. മാത്രമല്ല പാത്രം കഴുകുമ്പോൾ ഗായത്രി മന്ത്രം കേൾക്കുന്നത് നല്ലതാണെന്നാണ് മമതയുടെ പക്ഷം. അതേപോലെ രവീന്ദ്ര സംഗീതത്തോട് അവർക്ക് ഭയങ്കര പ്രിയമായിരുന്നു. അതുകൊണ്ട് കാസറ്റുകൾ വാങ്ങി അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നുകൊണ്ടാണ് അവർ ജോലികൾ ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട്. ചിക്കൻ വെക്കുന്ന ദിവസം അവർ പാത്രം കഴുകുകയേയില്ല. അതേസമയം മട്ടണോ അതേപോലെ
മീനോ ആണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. സാമ്പാർ വെച്ചാൽ ഇതിനകത്ത് കോഴിയില്ലല്ലോ എന്ന് പറയുമെന്നാണ് എന്ന് ചോദിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു ദിവസം ഇവർ ചോദിച്ചു, മീൻതല എങ്ങനെ ഇത് ഈ ലോകത്തുള്ള സർവ്വ വ്രതങ്ങളും എടുക്കുന്ന മമത പിന്നെ എന്തിനാണ് മീൻതല കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, വിവാഹം കഴിക്കുന്നതും ഭാര്യാഭർത്താക്കന്മാരും ആകുന്നതുമൊക്കെ അച്ഛനമ്മമാർ ചെയ്യിപ്പിക്കുന്നതല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അയാളെ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിധവയുമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇനിയും മീൻതല തിന്നുമെന്നാണ് പറയുന്നത്. ഇവർ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്ന ഒരു ബംഗാളി പെൺകുട്ടിയായിരുന്നു. 16 വയസ്സായപ്പോഴേക്കും തുടർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹമെല്ലാം ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു പലവ്യഞ്ജന കടക്കാരന് കല്യാണം കഴിച്ചു കൊടുത്തു. കോളേജും ജോലിയുമൊക്കെ സ്വപ്നം കണ്ട മമതയ്ക്ക് മുഴുക്കുടിയനായ പലവ്യഞ്ജനക്കാരനോടൊത്തുള്ള ജീവിതമാണ് കിട്ടിയത്, 2 കുഞ്ഞുങ്ങളെയും. അങ്ങനെ എന്നും കള്ളു കുടിച്ചു വന്ന് ഇവരെ പൊതിരെ തല്ലുമായിരുന്നു. ഒരു ദിവസം ഒരു വിറക് കമ്പെടുത്ത് തിരിച്ച് തല്ലി പദം വരുത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് സംഹാരദരിദ്രയായ അമ്മായിയമ്മയാണ്. ആ സമയത്ത് മൂത്ത മകനെയും എടുത്ത് ഇവർ കിട്ടിയ തീവണ്ടിക്ക് കയറി തിരിച്ചു പോരുകയായിരുന്നു ചെയ്തത്. ഭർത്താവിനെ പിന്നീട് അമ്മായിയമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അയാൾ ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തത്. പക്ഷേ മമതയെപ്പറ്റി ആ നാട്ടിൽ പിന്നീട് മതിപ്പില്ലാതാവുകയും അവർക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാതെയാവുകയും ചെയ്തു. തൻ്റെ മൂത്ത മകൻ ദീപാങ്കരൻ വലുതായിട്ട് വേണം, തൻ്റെ ഇളയ മകനെ കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതിൽ അവർക്ക് വിഷമമുണ്ട്. അവന് വഴി പറഞ്ഞു കൊടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഇവർ പറയുന്നത്. അസമിൽ പൊതുവെ പൂവാലന്മാരുടെ ശല്യം പൊതുവെ കുറവാണ്. അതേപോലെ സ്ത്രീധനം കുറവാണ്. പുരുഷന്മാർ അങ്ങോട്ടാണ് ആഭരണങ്ങളും മറ്റുമൊക്കെ കൊടുക്കുന്നത്. ലളിതമായ രീതിയിലാണ് വിവാഹം നടക്കുന്നത് എന്നും ഒക്കെയാണ് വിവാഹത്തെപ്പറ്റി പറയുന്നത്. എല്ലാ ജാതിമതങ്ങളിലും വ്യത്യസ്തമായ വിവാഹ രീതികളാണ് നിൽക്കുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് അസാമീസ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ബൈജുവിനെ സംബന്ധിച്ച് അസമീസ് ഭക്ഷണം വളരെ മോശമാണെന്നും കടുകെണ്ണയുടെ മണം അതൊക്കെ പറ്റില്ല എന്നുമായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നതെങ്കിലും ഇവരെ സംബന്ധിച്ച്, ബീനയെ സംബന്ധിച്ച് ഇവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അസമീസ് ഭക്ഷണത്തിൻ്റെ ലാളിത്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. എരിവ്, പുളി, മസാലകൾ ഇവ എത്ര കുറയ്ക്കാമോ അത്രയ്ക്ക് എന്നുള്ളതാണ് അവരുടെ രീതി. ഇഞ്ചി, മഞ്ഞൾ, ജീരകം ഇവയാണ് പ്രധാനമായിട്ട് ചേർക്കുന്നത്. 3 നേരവും ഊണാണ് പ്രധാനം. മേശപ്പുറത്ത് പച്ചമുളകും നാരങ്ങയും ഉപ്പും ഉണ്ടാവും. പുളിക്ക് നാരങ്ങ, എരിവിന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ആവശ്യക്കാർ അതിൻ്റെ രീതിക്ക് എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കടൽ മത്സ്യം അത്ര പ്രിയമല്ല. എന്ത് കറി ഉണ്ടാക്കിയാലും അതിലൊക്കെ ഉരുളക്കിഴങ്ങ് ചേർക്കും. റോഹു, റുയി, ഹിൽസ തുടങ്ങിയ പുഴമീനുകളാണ് ഇവിടുത്തെ പ്രധാനം എന്നാണ് പറയുന്നത്. ബീഫ് കഴിക്കുന്നവരോട് ഇവർക്ക് പൊതുവേ ഇഷ്ടമല്ല. ബീഫ് കഴിക്കുമെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് വീട് പോലും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ആഹാരം, പ്രത്യേകിച്ച് ഇഡ്ഡലി, ദോശ, സാമ്പാർ തുടങ്ങിയവയൊക്കെ അസംകാർക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പലരും ഇവരുടെ വീട്ടിൽ വിരുന്നായിട്ട് വന്നിട്ട് ഇത്തരം ഭക്ഷണം കഴിക്കുമായിരുന്നു. അവിടെ മലയാളി ഹോട്ടലുണ്ട്. പക്ഷെ അവിടെയും കണ്ട ഒരു പ്രത്യേകത, അസാമീസ് ചുവ അവിടെയും ഉണ്ട് എന്ന് ബൈജു കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ചേരുവകളെ പറ്റി ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്, ജീരകവും മഞ്ഞളും ധാരാളം ഇഷ്ടപ്പെടുന്ന അവർക്ക് ആ രീതിയിലാണ് കറി വെക്കുന്നത്. മാത്രമല്ല കടുകെണ്ണയും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അസമിലെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് രാവ് ബ്രഹ്മപുത്രയുടെ സമീപത്തേക്ക് പോവുകയാണ്. കാറിൽ പോകുന്ന സമയത്താണ് തൊട്ടു മുന്നിൽ ഗ്രനേഡ് ആക്രമണം നടക്കുന്നത്. അവിടെ ഒരു കൊച്ചു കുഞ്ഞും അമ്മയും മരിച്ചു കിടക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും തൊട്ടു മുന്നിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ കാണുന്നുണ്ട്. ഗുവാഹത്തി ദൂരദർശന് 2 സ്റ്റേഷനുകളുണ്ട്. അതിലൊരു സ്റ്റേഷൻ കാണാനായിട്ട് പോയ സമയത്ത് തൊട്ടു മുന്നിൽ വെടിവയ്പ് കാണുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒരു സംഘടനമാണ്. ഗുവാഹത്തിയിലെ ദൂരദർശനിൽ പുറത്തു നിന്നുള്ളവരെ ജോലിക്കെടുക്കുന്നതിനെതിരെയാണ് വിദ്യാർത്ഥികൾ അവിടെ പ്രക്ഷോഭം നടത്തിയിരുന്നത്. പുറത്തു നിന്നുള്ളവരോടുള്ള ഈ വികാരം അസമിൽ മാത്രമല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എല്ലായിടത്തും പ്രകടമാണ് എന്ന് പറയുന്നുണ്ട്. പൊതുവെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ പോലെയാണ്. വളരെ പെട്ടെന്നാണ് ഒരു കൊച്ചു കാര്യത്തിന്റെ പേരിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. റെയിൽവേ ഗ്രൂപ്പ് ഡി വിഭാഗത്തിനു വേണ്ടി നടത്തിയ പരീക്ഷ എഴുതാനെത്തിയ ബീഹാറിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ അസമിലെ വിദ്യാർത്ഥി സംഘടനകൾ തടഞ്ഞതും പരീക്ഷ എഴുതാൻ അനുവദിക്കാതെ പറഞ്ഞുവിട്ടതുമാണ് ഇവരുടെ താമസക്കാലത്ത്
ഒരു വലിയ പ്രശ്നത്തിന് വെടിമരുന്നിട്ടത് എന്നാണ് പറയുന്നത്. പിന്നീട് പിന്നെ ബീഹാർ വഴി കടന്നുപോയ ട്രെയിനുകളെല്ലാം ആക്രമിച്ചുകൊണ്ട് ബീഹാറുകാർ അതിനെല്ലാം പകരം വീട്ടി. അസംകാരെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട പലരും ബലാത്സംഗത്തിനിരയായി. അസമിൽ ഒരു കലാപത്തിന് അരങ്ങൊരുക്കുവാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. ആസു ആണ് പലപ്പോഴും ഒരു ഓൾ അസം സ്റ്റുഡൻറ് യൂണിയൻ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവരുടെ ബന്ദിനെയൊക്കെ പിന്നീട് ബീഹാറികൾക്കെതിരായിട്ട് മാത്രമല്ല, ഹിന്ദി സംസാരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കുമെതിരെ അന്ത്യശാസനം നൽകിക്കൊണ്ട് ഉൾഫ ഇത് ഏറ്റെടുക്കുകയാണ്, യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. എന്നാൽ ഈ സമയത്ത് അസംകാർ മുഴുവനായിട്ട് ബീഹാറികളെയും മറ്റു ബംഗാളികളെയും ഒക്കെ അവിടെ നിന്ന് ഓടിക്കുകയും അവർക്ക് രക്ഷപ്പെടേണ്ടതായിട്ടും വരുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നിരുന്നാലും ചില അസംകാർ ഇവർക്കൊക്കെ രക്ഷ കൊടുക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെയൊക്കെ ഒളിച്ചു താമസിപ്പിക്കാനായിട്ടൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കലാപത്തിൻ്റെ അവസാനം കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ആവശ്യത്തിനുള്ള ആളുകളില്ല എന്നുള്ളതാണ്. ബാർബർമാരെയും ഇസ്തിരി ഇടുന്നവരെയും പച്ചക്കറി വിൽപ്പനക്കാരെയും ഒന്നും തിരഞ്ഞു അവരെയൊന്നും വേണ്ടത്ര കാണാനില്ലായിരുന്നു. സൈക്കിൾ റിക്ഷക്കാരും റെയിൽവേ പോർട്ടർമാരും ഒക്കെ എണ്ണത്തിൽ കുറഞ്ഞു. മുടി വെട്ടാനായിട്ട് നീണ്ട ക്യൂ ഉണ്ടായി. ഇവരുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കലിത പറഞ്ഞു, ലീവിന് അപേക്ഷിച്ചപ്പോഴുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞത് ഷില്ലോങ് വരെ പോകണം, ഒന്ന് തലമുടി വെട്ടിക്കാനാണ് എന്നാണ് പറഞ്ഞത്. അതേസമയം കുറഞ്ഞ കൂലിക്ക് ആളെ കിട്ടുന്നത് ഈ ബീഹാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളാണ്. ഈ പണികളൊട്ട് ആസംകാർ ചെയ്യുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ്. വേറെ ഏത് നാട്ടുകാരാണോ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ആരാണെങ്കിലും ഈ കലാപകാലത്തൊക്കെ ട്രെയിനിൽ വലിയ ചെക്കിംഗ് ആണ് നടത്തുന്നത്. അത് എത്ര വലിയ ഉദ്യോഗസ്ഥനായിരുന്നാലും ആ പ്രദേശങ്ങളിൽ നിന്നുള്ളതാണെങ്കിൽ തീവ്രവാദിയാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ട്. ഇവരുടെ ഒരു യാത്രയിൽ മണിപ്പൂർകാരനായ ഒരു ആകാശവാണിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരു അച്ഛൻ മകനെ ഹൈദരാബാദിലേക്ക് വിടുന്നതിൻ്റെ ഒരു ഉദാഹരണം ആ സമയത്ത് ചെക്കിംഗ് നടക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇത് മണിപ്പൂരിൽ നിന്നാണോ, അതാരായാലും അത് തീവ്രവാദിയാണ് എന്നുള്ള നിലയിലാണ്. ഒപ്പം കലാപം ഉണ്ടാകുമ്പോൾ തന്നെ അതേപോലെ തന്നെ അവിടെ പലതരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ നടത്തുന്നു. പോലീസോ മറ്റുള്ളവരൊക്കെ ഇടപെടുന്നതിനേക്കാൾ വളരെ നല്ല ഒരു ഇടപെടലായിട്ടാണ് ഭുവൻ ഖസാരികയുടെ ഇടപെടലിനെ പറ്റി പറയുന്നത്. ഭുവൻ ഖസാരിക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാമൂഹിക നായകനായിട്ട്, ഒരു കലാകാരനായിട്ട്, അദ്ദേഹത്തിൻ്റെ പാട്ടിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി ഒക്കെയായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ സമാധാനം വീണ്ടെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വളരെ ലളിതമായിട്ടുള്ള ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെതെന്നും അദ്ദേഹം ഇവരെ പരിചയപ്പെട്ട സമയത്ത് കേരളം എന്ന് പറയുമ്പോൾ വളരെ ഇഷ്ടമാണെന്നും അവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടമാണെന്നും അപ്പവും മീൻകറിയും വലിയ ഇഷ്ടമാണെന്നും കേരളത്തിലേക്ക് വരാനുള്ള ഒരു അവസരവും താൻ നഷ്ടപ്പെടുത്താറില്ല എന്നുമൊക്കെ പറഞ്ഞത് ഇവർ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. അസമിൽ മാത്രമല്ല, അസമിൻ്റെ പരിസരത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും യാത്ര പോകുന്നുണ്ട്. കാശിരംഗയിലേക്ക് പോകുന്നു. കാശിരംഗ പ്രധാനമായിട്ടും റൈനോകൾ, കാണ്ടാമൃഗത്തിന് പേരുകേട്ട ഇടമാണ്. റൈനോകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കാസിരംഗ. 1908 ബ്രിട്ടീഷുകാരാണ് കാസിരംഗയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച് റൈനോകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇവർ കാശിരംഗയിൽ പോയി ആനപ്പുറത്തിരുന്ന് ഉദയസൂര്യൻ്റെ രശ്മികളേറ്റ് കൊടും തണുപ്പിൽ കാശിരംഗ കണ്ട കാഴ്ചയെ വലിയ ഒരു അപൂർവമായ അനുഭവമായിട്ട് പറയുന്നുണ്ട്. ഇടയിലൂടെ ആനകളെയും റൈനോകളെയും മാൻകുട്ടങ്ങളെയും ഒക്കെ കാണാനായതിനെ പറ്റിയും പറയുന്നുണ്ട്. മേഘാലയയിലെ ചിറാപുഞ്ചിയിലേക്ക് പോയതിനെ പറ്റി പറയുന്നുണ്ട്. ഷില്ലോങ്ങിൻ്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയ ബ്രിട്ടീഷുകാർ ആ പ്രദേശത്തെ ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്നാണ് വിളിച്ചത്. ഷില്ലോങ്ങിൽ നിന്നും ഏതാണ്ട് 60 കിലോമീറ്റർ അകലെയാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ദി വെറ്റസ്റ്റ് പ്ലേസ് ഓൺ പ്ലാനറ്റ് എർത്ത് എന്നാണ് ചിറാപുഞ്ചിയുടെ പറ്റി വരവേൽക്കുന്നതിനായിട്ട് എഴുതിയിരിക്കുന്ന ബോർഡിൽ തന്നെ പറയുന്നത്. പക്ഷേ കുറച്ചു കാലമായിട്ട് വേണ്ടത്ര മഴ അവിടെ മഴക്കാലത്ത് പോലും കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്.
1861 ജൂലൈയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം 1876 ഇപ്പോഴും ഒരു വർഷകാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമെന്ന ബഹുമതി ചിറാപുഞ്ചിക്കാണ് എന്ന് ഇവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചിറാപുഞ്ചിയിൽ ഇത്രമാത്രം ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരങ്ങൾ കണക്കില്ലാതെ വെട്ടി നശിപ്പിച്ചതും കൃഷി രീതികളിൽ വരുത്തിയ മാറ്റവും വർദ്ധിച്ച തോതിലുള്ള മഴയും പല സ്ഥലങ്ങളിൽ മേൽമണ്ണ് ഒലിച്ച് പോയതും പാറക്കൂട്ടങ്ങൾ ഉണ്ടാകാനിടയായിട്ടുണ്ട്. അതുമൊക്കെ ഇതിന് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സിക്കിമിൽ പോകുമ്പോൾ സിക്കിമിൻ്റെ നഗരവീഥികളെല്ലാം അതിമനോഹരവും അതേപോലെ വൃത്തിയുമുള്ളതാണ്. പ്ലാസ്റ്റിക് നിരോധനവും പാൻ മസാല നിരോധനവും ഇവിടെ ഏട്ടിലെ പശു അല്ലെന്നും ട്രാഫിക് നിയമങ്ങൾ അവിടെ ലംഘിക്കപ്പെടുന്നില്ലെന്നും പറയുന്നു. ദീപാവലി ദിവസമാണ് ഇവർ ഗാംഗ്ടോക്കിലെത്തുന്നത്. വളരെ അംഗീകൃത ഡെസിബലിന് താഴെയുള്ള പടക്കങ്ങൾ മാത്രമേ അവിടെ ആഘോഷത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. വഴിവെക്കുകളിലും പോസ്റ്റർ പോലും സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ സിക്കിമിൽ വിശ്വസിക്കുന്നു. സിക്കിമിലെ ആളുകൾ മഹത്തായ പാരമ്പര്യമുള്ളവരാണ്. സിക്കിം ഏറ്റവും ഉയർച്ച പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിക്കിം ഉറപ്പുള്ള വൈവിധ്യമാർന്ന ഒരു വികസിത സംസ്ഥാനമാകുമെന്ന് ഉറപ്പുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുരേഷ് ലാമയുടെ അടുത്തേക്ക് ഇവർ പോകുന്നുണ്ട്. ലാമ തന്നെ ഇവരെ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ട് ടിബറ്റൻ മോബോയും ചൈനീസ് ചൗമീലും കൊടുത്ത് സൽക്കരിക്കുന്നുണ്ട്. സിക്കിമിലാണ് വളരെ പ്രസിദ്ധമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ എന്നാൽ 5 ട്രസേഴ്സ് ഓഫ് ദ എറ്റേണൽ സ്നോ എന്നാണ് അർത്ഥം. കാഞ്ചൻജംഗയാണ് സിക്കിമിൻ്റെ രക്ഷകൻ എന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. അരുണാചൽ പ്രദേശത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അതിന് പല വിധത്തിൽ ശ്രമങ്ങൾ നടത്തേണ്ടി വരുന്നുണ്ട് എന്നാണ്. കർശന നിയമങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശികൾക്ക് പ്രവേശനത്തിന് കടമ്പകളേറെയാണ്. വളരെയേറെ കർശനമായ അന്വേഷണങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അവർ വിധേയരാകേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാർക്ക് മതിയായ രേഖകൾ ഹാജരാക്കി ഇന്നർ ലൈൻ പെർമിറ്റുകളുടെ സഹായത്തോടു കൂടി പ്രവേശിക്കാം. ഡൽഹി, കൊൽക്കത്ത, ഗുവാഹത്തി, ഷില്ലോങ് എന്നിവിടങ്ങളിൽ ഇന്നർ ലൈൻ പെർമിറ്റുകൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പാരഡൈസ് സ്റ്റിൽ അൺഎക്സ്പ്ലോർഡ് എന്നാണ് അരുണാചൽ പ്രദേശിനെ വിദേശികൾ വർണ്ണിക്കുന്നത്. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയമാണ് അരുണാചൽ പ്രദേശ് സന്ദർശിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നു. മടക്കയാത്രയെ പറ്റിയാണ് പിന്നീട് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്തേക്ക് ഇവർ തിരിച്ചു പോരുകയാണ്. വെള്ളപ്പൊക്കം, ഭൂകമ്പം, കൊടുങ്കാറ്റ്, കുടിയേറ്റം, തീവ്രവാദി ആക്രമണം എന്നിങ്ങനെ നിരവധി ഭീതികളിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് കടുത്ത അരക്ഷിതബോധം തോന്നുക സാധാരണം മാത്രമാണ് എന്ന് പറയുന്നു. പൊതുവെ അസമിലെ അനുഭവങ്ങളിൽ ഏറ്റവും സുന്ദരമായത് അവിടെ കിട്ടിയ വിപുലമായ സൗഹൃദമായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. പാക്കിങ്ങിനിടയിൽ ഇവരുടെ ജോലിക്കാരിയായ സബിയയുടെ സഹോദരിയായ 11 വയസ്സുകാരി സുമാരി കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ നിരാഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സബിയയ്ക്കൊപ്പം ഇവർക്ക് ബീനയ്ക്കൊപ്പം കേരളത്തിലേക്ക് വരണമെന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടായിരുന്നു സുമാരി കരഞ്ഞിരുന്നത്. സബിയയുടെ വീട്ടിൽ അവർ 11 സഹോദരങ്ങളുണ്ടായിരുന്നു. സബിയയ്ക്ക് വിവാഹം ചെയ്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഈ സുമാരിക്ക് 3-4 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ വണ്ടി ഇടിച്ച് മരിച്ചത്. പിന്നീട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം സബിയയുടെ തലയിലായി. ആ സമയത്ത് ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. വീട്ടുപണി എടുത്താണ് ഇക്കണ്ട മനുഷ്യരുടെ എല്ലാ അരവയറ് പോലും തികയ്ക്കാൻ പാടുപെടുന്ന സബിയ പാടുപെടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാത്ത മനുഷ്യർ കൂടിയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം മിടുക്കി കുട്ടിയായിരുന്നു, പക്ഷെ എന്ത് പണിയും ചെയ്യും. പക്ഷെ അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, കാരണം സ്കൂളിൽ വിടാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. സുമാരിക്ക് പഠിക്കാൻ വേണ്ട രൂപ നൽകി അവളെ സ്കൂളിലേക്കൊക്കെ അയക്കാനായിട്ട് ബീന തയ്യാറായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ തിരിച്ചു പോരേണ്ടി വരുന്നത്. പിന്നെ ഈ കുട്ടിയെ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾ അവളെ അന്വേഷിക്കുകയില്ല, അവൾക്ക് എന്ത് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, മരിച്ചാൽ പോലും കുഴപ്പമില്ല, എവിടെയും കണക്കില്ലാത്തവരാ ഞങ്ങൾ, ആരും ഞങ്ങളുടെ കണക്ക് സൂക്ഷിച്ചിട്ടില്ല എന്ന്
സബിയ പറഞ്ഞപ്പോൾ ഇവർ കൂടി കരഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ഗുവാഹത്തിയിൽ കുടിവെക്കുന്ന നാളുകളിൽ ഇവരെ അലട്ടിയിരുന്ന വലിയ പ്രശ്നം കള്ളന്മാരെ കുറിച്ചായിരുന്നു. പക്ഷെ ഇവർ തിരിച്ചു പോരുന്നത് വരെ കള്ളന്മാരുടെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. പൊതുവെ ശാന്തമായിരുന്നു. തീവ്രവാദം ഉയർത്തുന്ന ആക്രമണങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ശാന്തമായിരുന്നു ഇവിടം എന്നാണ് പറഞ്ഞുകൊണ്ട് ആണ് ഇത് അവസാനിപ്പിക്കുന്നത്.